മലയാള ഭാഷയുടെ പ്രോജ്വലനത്തിന് ഉണർവേകാൻ സദാസന്നദ്ധനാണ് മനോജ് കളരിക്കൽ എന്ന കോഴഞ്ചേരിക്കാരൻ. വിദേശ രാജ്യത്ത് മാതൃഭാഷയെ മറന്നു ജീവിക്കേണ്ടി വരുന്ന മലയാളിക്ക് മനോജ്ഞം എന്ന ഭാഷാ പഠന ശിബിരത്തിലൂടെ മാതൃഭാഷയുടെ മാഹാത്മ്യം മനസ്സിലാക്കി കൊടുക്കുന്ന മനോജ് പ്രവാസികൾക്കിടയിൽ സുപരിചിതനാണ്. 2 പതിറ്റാണ്ടായി ഗൾഫിലും കേരളത്തിലും കലകളുടെയും മലയാള ഭാഷയുടെയും ഉന്നമനത്തിനായി മനോജ് സജീവമായുണ്ട്. മലയാളം പറയുന്നത് അന്തസ്സിന് ചേർന്നതല്ലെന്ന് വിശ്വസിക്കുന്ന മലയാളികളുള്ള ഇക്കാലത്ത് മാതൃഭാഷയുടെ മാഹാത്മ്യം പഠിപ്പിക്കാൻ മനോജ് നടത്തുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയമാണ്. നമ്മുടെ സ്വത്വവും സംസ്കാരവും വ്യക്തിത്വവും നിലനിർത്താൻ മാതൃഭാഷ അത്യന്താപേക്ഷിതമാണെന്ന് മനോജ് പറയുന്നു. ഭാഷ പഠിക്കുന്നത് തന്നെ ഒരു ജീവിത ഉപാധിയായിട്ട് മാത്രം മാറുന്ന ഈ കാലത്തിൽ മറ്റുള്ള ഭാഷകൾ പഠിക്കണമെന്ന് പറയുന്നില്ല, തീർച്ചയായിട്ടും പഠിക്കണം. പക്ഷേ നമ്മൾക്ക് അടിസ്ഥാനപരമായ ഒരു ഭാഷയുടെ സംസ്കൃതിയുണ്ട്, ഒരു ജീവിത രീതിയുണ്ട്, ആ ഒരു കർമ്മ പ്രപഞ്ചമുണ്ട്. അതിലുള്ള ആ ഒരു സത്ത നമ്മുടെ പുതിയ ആൾക്കാർക്ക് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ആ ജീവിത പ്രാരാബ്ധ ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഒരു സമ്പത്ത് ഇല്ലായ്മയായി കണ്ടുവരുന്നത്. ആ ഒരു ആശയം മുൻനിർത്തിയാണ് മനോജ്ഞം എന്നുള്ളൊരാശയം എടുക്കുകയും അമൃതം മലയാളം എന്നുള്ള ആ ആശയം കൊണ്ട് വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും സർവോപരി സമൂഹത്തിലും ഈ മലയാളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം, അതായത് അക്ഷരങ്ങൾ പഠിപ്പിക്കുക, അത് വായിപ്പിക്കുക, അതെങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് അതിൻ്റെ ആശയം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിൽ കൂടി ഉള്ള പ്രവർത്തനം മുന്നോട്ട് വെച്ചത്. ഗൾഫിൽ മലയാള ഭാഷയ്ക്കും സാഹിത്യരൂപങ്ങൾക്കും പ്രാമുഖ്യം നൽകി നിരവധി കാവ്യസന്ധ്യകളും കൂട്ടായ്മകളും നൃത്തകലാസന്ധ്യകളും മനോജ് സംഘടിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ അക്ഷരാഭ്യാസവും വായനാശീലവും വർദ്ധിപ്പിക്കാനുതകുന്ന ശില്പശാലകളും സജീവമായി നടക്കുന്നു. ദുബായിലെ ഷിപ്പിംഗ് കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ് എഴുത്തുകാരനും കവിയുമായ മനോജ് കളരിക്കൽ. ഹൈസ്കൂൾ അധ്യാപികയായ മഞ്ജുവാണ് ഭാര്യ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.